വൈദ്യുതിയിലും പെട്രോളിലും പ്രവർത്തിക്കുന്ന ബൈക്ക് നിർമ്മിച്ച ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി പെട്രോളിലോടുമ്പോൾ ബാറ്ററി ചാർജ് ആവുമെന്നതിനാൽ യാത്രയ്ക്ക് തടസ്സം നേരിടില്ല. വടകര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2ാം വർഷ വിദ്യാർത്ഥി ഗോകുൽ രാജാണ് പഴയ ഭാഗങ്ങൾ ഉപയോഗിച്ച് മോട്ടോർ സൈക്കിൾ രൂപകൽപ്പന ചെയ്തത്. കോഴിക്കോട് ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയിലെ താരമാണ് ഗോകുൽ രാജിന്റെ ബൈക്ക്. ഇതിൽ എഞ്ചിനടക്കം എല്ലാം ഗോകുൽ തന്നെയാണ് നിർമ്മിച്ചത്. പഴയ ബൈക്കുകളുടെ പാർട്സുകൾ ചേർത്താണ് വൈദ്യുതിയിലും പെട്രോളിലും പ്രവർത്തിക്കുന്ന മോട്ടോർ സൈക്കിൾ നിർമ്മാണം. ബാറ്ററി തീർന്നാൽ പെട്രോളിലോടാം. പെട്രോളിലാണെങ്കിൽ ഓട്ടോമാറ്റിക് ചാർജിംഗ് സംവിധാനത്തിലൂടെ ബാറ്ററി ചാർജ് ആവുമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. വടകര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2ാം വർഷ ഓട്ടോമൊബൈൽ വിദ്യാർത്ഥിയാണ് ഗോകുൽ രാജ്. ഇലക്ട്രിക്കും പെട്രോളും. പെട്രോൾ തീർന്നാൽ ഇലക്ട്രിക് ഉപയോഗിക്കും. വെച്ചാൽ നമുക്ക് വണ്ടി തള്ളേണ്ട ആവശ്യമില്ല, പെട്രോൾ ആവശ്യമില്ല. പിന്നെ ഇലക്ട്രിക് യൂസ് ചെയ്യുന്നതിന് ഇലക്ട്രിക് യൂസ് ചെയ്യുക, പെട്രോൾ യൂസ് ചെയ്യുന്നതിന് പെട്രോൾ യൂസ് ചെയ്യുക. രണ്ടിലും പോകാം നമുക്ക് അഥവാ പെട്രോൾ വണ്ടിയിലുണ്ടെങ്കിൽ ഇലക്ട്രിക് ചാർജ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ചാർജ് ആവും. പെട്രോൾ യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഓട്ടോമാറ്റിക് ചാർജ് ആവും. ഇതിങ്ങനെ സൈക്കിൾ വർക്ക് ചെയ്യും. വെച്ചാൽ രണ്ടിങ്ങനെ മാറി മാറി യൂസ് ചെയ്യുക. ഓട്ടോമാറ്റിക് ചാർജിങ് അല്ലേ. വെച്ചാൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പമ്പ് വരെ ഇലക്ട്രിക് പോവുക, പെട്രോൾ ഇല്ലെങ്കിൽ പമ്പ് വരെ ഇലക്ട്രിക് പോവുക, പിന്നെ പെട്രോൾ അടിക്കുക, പിന്നെ ഇലക്ട്രിക് ചാർജ് ആകുന്നു. പിന്നെ അങ്ങനെ തന്നെ റീസൈക്കിൾ പോലെ ചെയ്യാൻ പറ്റുന്നത്. കുട്ടിക്കാലം മുതൽ ബൈക്കിനോടുള്ള ഇഷ്ടമാണ് പരീക്ഷണത്തിന് തുണയായത്. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാം എന്ന ആശയത്തിലാണ് സ്കിൽ ഫെസ്റ്റിവലിൽ ബൈക്ക് അവതരിപ്പിച്ചത്. എന്നാൽ ഗോകുൽ രാജിന് തന്റെ ബൈക്ക് റോഡിലിറക്കണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതി വേണം. കൈരളി ന്യൂസ്, കോഴിക്കോട്.